കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി സജിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം അവിടെ നിൽക്കുന്ന ചൈന കോളനി ആൾക്കാരോട് സജി പുറത്തേക്ക് ഇറങ്ങാൻ പറയുവാണ്. അന്നേരം അവർ പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി ഒരു തടഞ്ഞുകൊണ്ട് പറയണേ, നിക്ക്, ഇത് കളക്ടറിൻ്റെ ചേംബറാണ്, നിങ്ങളോട് ഇവിടുന്ന് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ സജി, നമ്മളോട് സംസാരിക്കുന്നത് ഒഫീഷ്യൽ കാര്യമൊന്നുമല്ലല്ലോ. ഞാൻ സജിയുടെ ശമ്പളത്തെക്കുറിച്ചും മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അല്ലേ ചോദിച്ചത്. അതെങ്ങനെ ഒഫീഷ്യൽ കാര്യമാകുന്നത്? പിന്നെ ഇവരിവിടെ നിൽക്കുന്നത് ഇവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മറ്റുമായിട്ട് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ഏണിംഗ് മെമ്പർ പദ്ധതിയെക്കുറിച്ച് അറിയാനാണ്. സജി ചോദിച്ചതിന് ഉത്തരം പറ. കഴിഞ്ഞ മാസം സജിയുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം വന്നായിരുന്നോ? അത് മാഡം, അതൊക്കെ ഇവരുടെ മുമ്പിൽ വെച്ച്. അതിനെന്താ, താൻ ചോദിച്ചതിന് ഉത്തരം പറ. കഴിഞ്ഞ മാസത്തെ ശമ്പളം വന്നു. വന്നു മാഡം, 1-ാം തീയതി തന്നെ വന്നു. ഓ, അത് ശരി, അങ്ങനെയാണോ? എന്നിട്ട് പിന്നെ എന്തിനാ താൻ ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരാൻ നോക്കുന്നത്? മാഡം എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം ശാലിനി പൊട്ടിത്തെറുക്കണേ, നിർത്തും. ഇവരുടെ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കാനിരിക്കുന്ന ഏണിംഗ് മെമ്പർ പദ്ധതി എത്രയും പെട്ടെന്ന് തന്നെ ഒപ്പിട്ട് പാസ്സാക്കി കൊടുക്കണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ. എന്നിട്ട് താൻ എന്തിനാണ് അതിലൊപ്പിടണമെങ്കിൽ ഇവർ കൈമടക്ക് തരണമെന്ന് താൻ ഇവരോട് ആവശ്യപ്പെട്ടത് എന്താ? അന്നേരം സജി ഇതൊക്കെ കേട്ട് ഞെട്ടിപ്പോകുവാണ്. ഇതെല്ലാം ഹരീഷിൻ്റെ പണിയാണെന്ന് സജിക്ക് മനസ്സിലാകുക. അന്നേരം സജി പറയണേ, മാഡം അങ്ങനെയല്ല, ഇയാളെ എനിക്ക് പണം ഓഫർ ചെയ്തത്. അതേക്കുമ്പോൾ ഹരീഷാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കണേ. ഞാനും എന്ത് കള്ളി പറയുന്നത്? അന്നേരം ശാലിനി പറയണേ, ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന ഈ പാവങ്ങൾ തനിക്ക് ഇങ്ങോട്ട് പണം ഓഫർ ചെയ്തെന്നു. ദേ, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും എനിക്ക് നന്നായിട്ട് അറിയാവുന്നവരാ. സരോജിനി മെമ്പറിനെയും വിക്ടറിനെയും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ ഫയലിൽ ഒപ്പിടുന്നതിന് താൻ സാമ്പത്തികമായ ഇടപാടിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുകയോ മറ്റോ ചെയ്തോ? എനിക്കതിൻ്റെ ഉത്തരവ് കിട്ടേണ്ടത്. അന്നേരം സജി കാര്യങ്ങൾ പറയാൻ തുടങ്ങുമായിരിക്കും. അത് പിന്നെ മാഡം, ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഒരു കമ്പനി. അന്നേരം ശാലിനി അയാളെ കൊണ്ട് പറയാൻ സമ്മതിക്കുന്നില്ല. തന്നോട് ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, യെസ് ഓർ നോ. സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് സംസാരം ഉണ്ടായോ ഇല്ലയോ, അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി താൻ. അന്നേരം യെസ് എന്ന് അയാൾ പറയുവാണ്ടോ. അന്നേരം ശാലിനി അയാളുടെ ആ ഫയൽ തരാൻ പറയുക. ആ ഫയലിങ് തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഉച്ചഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കാൻ ഒരു കമ്പനി തയ്യാറായിട്ടും അതിനെ താൻ തൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ? അന്നേരം സജി പറഞ്ഞേ, അല്ല മാഡം, അതങ്ങനെയല്ല, ആ കമ്പനി വേണ്ട, താൻ ഇനി ഒന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞ് ശാലിനി തന്നെ ആ ഫയലെല്ലാം ഒപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഫയൽ അനുപല്ലവിനെ ഏൽപ്പിക്കുക. ഇതാനു, ഈ ഫയലിലെല്ലാത്തിലും ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നീക്കണം. സരോജിനി മെമ്പർ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ ഈ പദ്ധതി തുടങ്ങും. പിന്നെ മറ്റൊരു കാര്യവും കൂടി, ഏണിംഗ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഇനി മുതൽ ഡെപ്യൂട്ടി കളക്ടറായ സജി ആയിരിക്കില്ല. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡും എല്ലാ ഫയലുകളിലും ഒപ്പിടുന്നതും ജില്ലാ കളക്ടറായ ഞാൻ തന്നെയായിരിക്കും, ഈ ശാലിനി വിഷ്ണു. അതിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും സജിയെ പുറത്താക്കിക്കൊള്ളണം. അങ്ങനെ മെമ്പറും ബാക്കിയുള്ളവരൊക്കെ ശാലിനിയോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഹരീഷും പോകുവാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് എന്നാൽ പോട്ടെ സജി സാറേ എന്നൊക്കെ പറഞ്ഞ് സജിയെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം സജി പറയണേ, മാഡം, ആ ഫയലിലെ. അന്നേരം ശാലിനി അയാളോട് നിർത്താൻ പറയുക. മതി, തൻ്റെ ഇനി എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് കേൾക്കണ്ട. ഗെറ്റ് ഔട്ട് ഫ്രം മൈ ചേംബർ. തന്നോടല്ലേ പോകാൻ പറഞ്ഞത്? അങ്ങനെ സജി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ശാലിനിയാണെങ്കിൽ ദേഷ്യത്തിൽ തലയിൽ കൈ കൊടുത്ത് പറയുക. അല്ലെങ്കിലും ആരും ശാലിനിയെ മനസ്സിലാക്കില്ല, വീട്ടിലും ഓഫീസിലും ആരും. ഈ ശാലിനിയുടെ സംസാരവും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അനുപല്ലവിക്ക് വല്ലാതെ ടെൻഷനാകുക. അനു ചോദിക്കുക, എന്ത് പറ്റി മാഡം, എന്താ പറ്റിയത്? ഒന്നുമില്ല അനു, എനിക്ക് കുറച്ച് നേരം ഒന്നിട്ടിരിക്കണം, അനു പോയിക്കോ. അങ്ങനെ അനുപല്ലവി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ശാലിനി വിഷ്ണു തന്നോട് ചോദ്യങ്ങൾ ചോദിച്ചതും പിന്നീട് വിഷ്ണു തന്നോട് വെറുപ്പ് കാട്ടി അകന്നു പോയതും ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെടുവാണ്. പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ വീടാണ് കേട്ടോ. അവിടെ ഭാമ കാർത്തികയെ തൻ്റെ റൂമിൽ പിടിച്ചിരുത്തി ഭാമയുടെ കയ്യിലുള്ള ആഭരണമൊക്കെ കാർത്തികയെ കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ അതെല്ലാം കണ്ട് കണ്ണും തള്ളിയിരിക്കുന്നുണ്ടോ കാർത്തിക. ഈ സമയം ഹാളിലിരിക്കുമായിരിക്കും രാഘവനും രോഹിത്തും ഒക്കെ. അവർക്കൊന്നും ഇത് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ സമയം ഭാമ ചോദിക്കുക, എങ്ങനെയായിട്ട് മോളെ ഇതൊക്കെ? അന്നേരം കാർത്തിക് പറയണേ, അയ്യോ സത്യം പറയാലോ സത്യാമേ, ഇത്ര ആഭരണങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ സമയം ഭാമ പറയുക, ഇതെല്ലാം എനിക്ക് ഇനി മോൾക്ക് കാണാൻ മാത്രമല്ല മോൾക്ക് സ്വന്തമായിട്ടാണ് ഇതൊക്കെ, ഈ എല്ലാ ആഭരണങ്ങളും ഇനി മോൾക്കുള്ളതാ. അത് കേട്ടിട്ട് കാർത്തിക് വിശ്വസിക്കാനാവാതിരിക്കുമോ? എനിക്കോ? അതേന്നെ മോള് എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യയല്ലേ, എൻ്റെ മകൾ തന്നെയാണ് നീ, നിനക്കല്ലാതെ പിന്നെ ഇതൊക്കെ ഞാൻ ആർക്ക് കൊടുക്കാനാ? എന്നിട്ട് അതിൽ നിന്ന് ഒരു മാല എടുത്ത് കാണിക്കുക. ഈ മാല കണ്ടോ? ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാ മാലകളേക്കാൾ വിലയുണ്ട് ഈ മാലക്ക്. എന്താണെന്നറിയോ? ഇത് കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ രാഘവേട്ടൻ്റെ അമ്മ എനിക്ക് തന്നതാ. പരമ്പരാഗതമായി കൈമാറി വന്ന മാലയായത്. ഇപ്പോൾ ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീയല്ലേ, അതുകൊണ്ട് ഈ മാല നിനക്കാ ഞാൻ തരാൻ പോകുന്നത്. ഈ മാല രാഘവേട്ടൻ്റെ അമ്മ എനിക്ക് തന്നപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എത്രയൊക്കെ കാശിന് അത്യാവശ്യം വന്നാലും ഈ മാല ഒരിക്കലും വിൽക്കാൻ പാടില്ലെന്നും. അത്രക്കും വലിയ വിലയായി ഇതിനുള്ളത്, കുടുംബത്തിൻ്റെ അഭിമാനം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജീവിതം തുടങ്ങിയ സമയത്ത് ഒരു ചില്ലി കാശ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ മാല തൊട്ടിട്ടേ ഇല്ല. ഈ മാലയും ഇനി നീയാ സൂക്ഷിക്കേണ്ടത്.
അങ്ങനെ ഭാമ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് രാഘവനാണെങ്കിൽ ഇതൊന്നും തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. രാഘവൻ്റെ മുഖമൊക്കെ മാറുവാണ്. ഈ മല മോളും നനഞ്ഞ് ഞാൻ മോളും നനഞ്ഞ് കാണട്ടെ. അന്നേരം കാർത്തികനെ അയ്യോ സത്യമേ അത് വേണ്ട. അതെന്നാ വേണ്ടാത്തത്? ഇതെല്ലാം മോൾക്കുള്ളതാ. ഇത് നീ ഒന്ന് അണിയുന്നേ. ഇത് നീ അണിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചന്തം കൂടുന്നുണ്ടോ എന്ന് ഈ അമ്മക്ക് നേരിട്ടേ നിന്ന് കാണാനാ. അന്നേരം ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിൽക്കുന്ന പിള്ള പറയുക ഇനി എന്താണെങ്കിലും ഞാനിവിടെ നിൽക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് പിള്ള മുകളിലേക്ക് പോകുക. ഈ സമയം കയ്യിലിടുന്ന പേപ്പർ ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞ് രാഘവനും ആകെ കാലുമൂത്ത് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ബാം അത് കാർത്തികയുടെ കഴുത്തിലിങ്ങനെ വെക്കുക. അന്നേരം കാർത്തിക പറയണേ അല്ല സത്യമേ വേണ്ട, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? വിഷ്ണു നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ? അതെ, അതല്ല, ഈ വീട്ടിൽ വെച്ച് സത്യമ്മ പറഞ്ഞില്ലേ കല്യാണം, അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ. ഓ അങ്ങനെ, അതൊന്നും സാരമില്ലെന്നേ. ദേ അണിഞ്ഞേ പെണ്ണേ. അങ്ങനെ പറഞ്ഞ ഭാമ തന്നെ അത് കാർത്തികയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുക. എന്നിട്ട് പറയണേ ആഹാ ഇപ്പോഴാണ് നീ എൻ്റെ മരുമകളായത്. അങ്ങനെ പറഞ്ഞ് ഭാമ സന്തോഷത്തോടെ കാർത്തികയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലെ ടെൻഷനോട് കൂടി ഇരിക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ. അങ്ങനെ ശ്യാമ പണ്ട് ശാലിനിയുടെ കാല് പിടിച്ച് ഈ വിവരങ്ങൾ ഒരിക്കലും പറയരുതെന്നും പറഞ്ഞാൽ താൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശാലിനിയെ ഭീഷണിപ്പെടുത്തിയ കാര്യവും പിന്നീട് ഇന്ന് വീട്ടിൽ വെച്ച് സത്യാമ്മ വിഷ്ണുവും കാർത്തികയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ കാര്യം എല്ലാവർക്കും മുമ്പിൽ വെച്ച് പറഞ്ഞതും അതൊക്കെ ഓർത്ത് ശ്യാമ ആകെ വല്ലാണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും പപ്പിമോള് റൂമിലേക്ക് വരുന്നത്. അമ്മേ സത്യ ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? എന്നാൽ ശ്യാമ ഇത് കേട്ടിട്ട് പോലും കേട്ടോ. ഈ സമയം പപ്പി വീണ്ടും ശ്യാമയെ തട്ടി ചോദിക്കുക അമ്മേ സത്യ ഇനി എപ്പോഴാണ് വരുന്നതെന്ന് പറയമ്മേ. അന്നേരം ശ്യാമക്കങ്ങ് ദേഷ്യം വരുക. സത്യ ഇനി ഇങ്ങോട്ടൊരിക്കലും വരാൻ പോകുന്നില്ല. സത്യം വരില്ല, സത്യയുടെ അമ്മയും വരില്ല. ഈ വീട്ടിൽ ഇനി ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നില്ല. നാശത്തിലേക്കാണ് എല്ലാവരുടെയും പോക്ക്. ഈ സമയം പിള്ളച്ചേട്ടൻ ഇതൊക്കെ കേട്ടോണ്ട് റൂമിലേക്ക് വരുമായിരിക്കും. നീ ഒന്നിറങ്ങി പോകുന്നുണ്ടോ? മനുഷ്യനെ കുറിച്ച് സമാധാനം തരുമോ? ഈ സമയം പപ്പി പിള്ളാങ്കിളിൻ്റെ അടുക്കിൽ വന്ന് കരയുവാണ് കേട്ടോ. അന്നേരം പിള്ളച്ചേട്ടൻ പറയണേ മോള് ബാഗ് എടുത്തിട്ട് വാ, അങ്കിൾ മോളെ ട്യൂഷനാക്കി തരാം. അങ്ങനെ പപ്പി ബാഗ് എടുക്കാൻ പോകുവാണ്. ഈ സമയം ശ്യാമ പറയണേ പിള്ളച്ചേട്ടാ ഞാൻ. അന്നേരം പിള്ള പറയുക മനസ്സിലായി മോളെ, ഇവിടെ ഓരോരുത്തരും മനസ്സിലോരോ വിഷമങ്ങളുമായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുവാണ്. കൊച്ചുങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഞാനെന്താണെങ്കിലും പപ്പി മോളെ ട്യൂഷന് കൊണ്ടാക്കാം. അവിടെ സമപ്രായക്കാരോടൊപ്പം ചിലവഴിക്കുമ്പോൾ പപ്പി മോളുടെ സങ്കടമെല്ലാം മാറിക്കോളും. ഈ സമയം പപ്പി ബാഗൊക്കെ എടുത്ത് റെഡിയാകുക. എന്നിട്ട് ശ്യാമയെ നോക്കിയിട്ട് പറയണേ നോക്കിക്കോ അമ്മയോട് ഞാൻ മിണ്ടില്ല. അങ്ങനെ പറഞ്ഞ് പിള്ളയുടെ കൂടെ പപ്പി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഭാമ കാർത്തികയും കുട്ടി രാഘവൻ്റെ രോഹിതിൻ്റെ മുമ്പിലേക്ക് വരുവാണ് കേട്ടോ. എന്നിട്ട് കാർത്തികയെ കാണിച്ചിട്ട് രാഘവനോട് ചോദിക്കണേണ്ട് എങ്ങനെയുണ്ട് രാഘവേട്ടാ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ സമയത്തായിരിക്കോട്ടെ പിള്ള പപ്പീനെയുമായിട്ട് താഴത്തേക്ക് വരുന്നത്. എന്നിട്ട് പിള്ള പറയണേ അതെ ഞാൻ പപ്പമോളെ ട്യൂഷന് കൊണ്ടേ ആക്കിയിട്ട് വരാവേ. അന്നേരം രാഘവൻ പറയണേ അത് നന്നായി, കൊച്ചിനെങ്കിലും കുറച്ച് നേരം മനസ്സമാധാനം കിട്ടട്ടെ. ഈ സമയം പൊന്നി അങ്ങോട്ടേക്ക് വരിക. കഴിച്ചിട്ട് പോകാൻ പിള്ളച്ചേട്ടാ? വേണ്ട, ഞാൻ ഇവളാക്കിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് പിള്ള അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പൊന്നി രാഘവനോട് പറയണേ അല്ല സാറിന് കഴിക്കാൻ എടുക്കട്ടെ? എനിക്ക് വേണ്ട, ആദ്യം ഇപ്പോൾ പുതുപ്പെണ്ണിനും അമ്മായിക്കും കൂട്ടുക രണ്ടാളും കൂടി പരസ്പരം ഊട്ടിവിടട്ടെ. ഈ സമയം ഭാമക്ക് അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും വിഷ്ണു ബൈക്കിന് അവിടെ എത്തുന്നത്. വിഷ്ണു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാലിൽ ബാൻഡേജൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നാലും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം പതിയെ എങ്ങനെയോ കാലൊക്കെ കുത്തി സ്റ്റെപ്പൊക്കെ കയറിക്കൊണ്ട് വരുവാണ്. ഈ സമയം ഭാമയാണെങ്കിൽ രാഘവനോട് പൊട്ടിത്തെറിക്കണേ രാഘവേട്ടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, പക്ഷേ ഇവളെ കുറ്റം പറഞ്ഞാൽ അത് ഞാൻ കേട്ടോണ്ട് നിൽക്കില്ല. നീ എന്ത് ചെയ്യും ഭാമേ, എന്ത് ചെയ്യും? അങ്ങനെ അവർ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അകത്തേക്ക് കയറുന്ന വിഷ്ണു പെട്ടെന്ന് അവിടെ വീഴുവാണ് കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവരും അയ്യോ വിഷ്ണു എന്തു പറ്റി എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെല്ലുക. ഈ സമയം സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് നിൽക്കുമായിരിക്കോട്ടോ ശ്യാമയും. ഈ സമയം രോഹിത്തും ഭാമയും എല്ലാവരും ചേർന്ന് വിഷ്ണുവിനെ കൊണ്ടുവന്ന് സോഫയിൽ ഇരുത്തുക. എന്താ പറ്റിയത് വിഷ്ണു ഇത്? അന്നേരം വിഷ്ണു പറഞ്ഞേ ഒന്നുമില്ലമ്മേ, ചെറുതായിട്ട് ബൈക്കിൽ നിന്ന് വീണതാ. അയ്യോ എങ്ങനെ വീണെന്ന്? എന്നിട്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കാലിൻ്റെ കുഴ ചെറുതായിട്ടൊന്ന് തെറ്റി. എന്താടാ നീ ശ്രദ്ധിക്കണ്ടേ? അന്നേരം വിഷ്ണു പറഞ്ഞേ അത് പിന്നെ ഞാൻ ബൈക്ക് ഓടിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് കണ്ണടഞ്ഞു പോയതാ. ഈ സമയം ഇത് കേൾക്കുന്ന കാർത്തിക് ടെൻഷനാകുക. ഈശ്വര, അപ്പോൾ ആ ചെറിയ അയച്ചത് വിഷ്ണുവേട്ടനാണെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ആൻറ്റിഡോസ് കുത്തിവെച്ചില്ലെങ്കിൽ ഈ പാവത്തിൻ്റെ കാര്യം. എനിക്കാണെങ്കിൽ ഇതാരോടും പറയാനും പറ്റാത്ത അവസ്ഥയായി പോയല്ലോ എന്ന് പറഞ്ഞ് കാർത്തിക് വല്ലാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ്. ഇതേസമയം മുകളിൽ നിൽക്കുന്ന ശ്യാമക്കാണെങ്കിൽ ഒരു തലകറക്കലും കണ്ണിനൊരു മൂടലും പോലെ തോന്നുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമ പെട്ടെന്ന് മയക്കത്തിലേക്ക് പോകുവാണ്. ഈ സമയത്തായിരിക്കും നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കുട്ടികൾ ആ ചെറിയുമായിട്ട് രണ്ടാളും കൂടി റൂമിലേക്ക് എത്തുവാണ്. എന്നിട്ട് രണ്ടാൾക്കും ചെറു വേണം എന്ന് പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം ഇത് കേട്ടുകൊണ്ട് ശ്യാമ അങ്ങോട്ടേക്ക് വരും. എന്താ ഇവിടെ എന്തിനാണ് രണ്ടാളും വഴക്കിടുന്നത്? അന്നേരം പാപ്പി പറയണേ അമ്മേ ഞാൻ വിഷ്ണു അച്ഛന് കൊടുത്ത ചെറി ഈ സത്യയുടെ കയ്യിലിരിക്കുന്നു. അന്നേരം സത്യ പറയുക ഇതെനിക്ക് ബിഗ് ഫ്രണ്ട് തന്നതാ. ഇല്ല ഇത് എനിക്ക് വേണം എന്ന് പറഞ്ഞ് പാപ്പി സത്യം കൂടി വീണ്ടും വഴക്കിടുവാണ്ടോ. അന്നേരം ശ്യാമ പറയണേ രണ്ടാളും വഴക്കിടല്ലേ, വിഷ്ണു അച്ഛൻ സത്യ കൊടുത്തതാന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് സത്യ കഴിക്കട്ടെ. അത് കൊടുത്തേ പപ്പി,
കുട്ടികൾ തമ്മിൽ വഴക്കിടാൻ പാടില്ല, പരസ്പര സ്നേഹത്തോടെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയും കാണിക്കണം. അതേക്കുമ്പോൾ പപ്പി ആ ചെറിയ സത്യക്ക് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം സത്യ പറയണേ, വേണ്ട, ഇത് പപ്പി തന്നെ കഴിച്ചോ. ഇല്ല, ഇത് സത്യ തന്നെ കഴിച്ചോ. അത് കാണുമ്പോൾ ശ്യാമ ചിരിച്ചോണ്ട് പറയണേ, ഗുഡ് ഗേൾ, കുട്ടികളായാലേ ഇങ്ങനെ വേണം. അങ്ങനെ ശ്യാമ കട്ടിലിരിക്കുമായിരിക്കും. ഈ സമയം സത്യ പപ്പിയുടെ ചെവിയിലൊരു കാര്യം പറയുവാണ് കേട്ടോ. എന്നിട്ട് രണ്ടാളും കൂടി ശ്യാമയുടെ അരികിലേക്ക് വന്നിട്ട് പറയണേ, ആൻറ്റി, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ ചെറി വേണ്ട, പകരം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ആണോ? കൊള്ളാലോ. ആൻറ്റി ഒന്ന് വാ തുറന്നേ. വാ തുറക്കാൻ. അങ്ങനെ ശ്യാമ വാ തുറക്കുമ്പോൾ ശ്യാമയുടെ വായിലേക്ക് ആ ചെറി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ ശ്യാമ ചിരിച്ചുകൊണ്ട് രണ്ടാളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അങ്ങനെ ആ വിഷത്തിൻ്റെ ആ ചെറി കഴിച്ച് ശ്യാമ അപകടത്തിലാകുവാണ്. അപ്പോൾ എന്താവും ശ്യാമക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ അറിയാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്